നമ്മൾ കാർഡ്ബോർഡ് വിരിക്കും, ഫ്ലെക്സ് ബോർഡ് വിരിക്കും. അങ്ങനെ കിടന്നല്ലേ പറ്റൂ. സീറ്റിൽ കിടന്നാൽ നടുവേദന ഉണ്ടാവും. അല്പം നിവർന്ന് കിടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നടുവേദന ഒഴിവായി കിട്ടും. ഇതൊരു ബസ് സ്റ്റാൻഡല്ലേ, അപ്പോൾ അതിൻ്റേതായ ബഹളമുണ്ട്. കണ്ടക്ടർ അത്യാവശ്യം പിന്നെയെങ്കിലും നടക്കുന്നുണ്ട് കഴിച്ച്. പക്ഷേ ഇവർക്കൊന്ന് കുറുക്ക് നോക്കണമെങ്കിൽ ഈ കാണുന്ന പോലെ ശവപ്പെട്ടി കിടക്കും പോലെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒന്ന് നേരെ തിരിഞ്ഞോ മറിഞ്ഞോ ഒന്നും കിടക്കാനുള്ള ഒരു സാഹചര്യം അല്ല ബസ്സിനകത്തുള്ളത്. പാല, മാവേലിക്കര, കൊട്ടാരക്കര, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങി പലയിടത്തു നിന്ന് വരുന്ന 12 വണ്ടികൾക്കാണ് ഇവിടെ സ്റ്റേ ഉള്ളത്. ഒന്നുകിൽ സീറ്റിൽ ഒടിഞ്ഞു തൂങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ചെളിയും അഴുക്കും നിറഞ്ഞ പ്ലാറ്റ്ഫോം തന്നെ ശരണം. തല ചായ്ക്കാൻ സ്ഥലമില്ല. അവിടുത്തെ കളക്ടറാണ് ഇത് ചെയ്തു തരേണ്ടത്. അപ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ MD-ക്ക് ബഹുമാനപ്പെട്ട തമിഴ്നാട് മന്ത്രി നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ഉടൻ തന്നെ ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞനുസരിച്ച് കളക്ടറോട് പറഞ്ഞ് ഉടൻ തന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ അടിയന്തരമായിട്ട് ഈ വാർത്ത കണ്ടു. കാരണം അത് ഇതുവരെ ശരിയായില്ല. കാരണം പല കാര്യങ്ങളും പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് പോകും. വേണ്ടതുപോലെ നടക്കാൻ വരുമ്പോൾ വീണ്ടും നമ്മൾ ഇടപെട്ടാലേ തീരുള്ളൂ. ഏതായാലും ഇടപെട്ടത് പരിഹരിക്കും. അന്നമാണല്ലോ വലുത്. നമുക്ക് രാഷ്ട്രീയമില്ലല്ലോ. നമുക്കുള്ളത് വിശപ്പിൻ്റെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ.